അസ്സലാമലൈക്കും. അപ്പോൾ ദാ നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ. ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ വീട്ടിലേക്ക് 2 വിരുന്നുകാർ വരുന്നുണ്ട് കേട്ടോ. 2 ഗസ്റ്റ് ഉണ്ട് നമുക്ക്. ഞാൻ പോലെ പോയിട്ട് പിക്ക് ചെയ്ത് വന്നിട്ട് പുറത്ത് നിർത്തിക്കണം ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ക്യാമറ ഓൺ ആക്കിയിട്ട് കയറിയാൽ മതി കണ്ട് നിർത്തിക്കാണ്. അപ്പൊ ഇതാണ് നമ്മളെ വീട്ടിലേക്ക് വന്ന 2 വിരുന്നുകാര്. അപ്പോൾ ഒരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ കൂടെ തന്നെ അറിയാം. ഒരാൾ നമ്മുടെ പുതിയ ഗസ്റ്റാണ്. ഞാനിപ്പോൾ 2 ദിവസം മുന്നേ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ലഗേജൊക്കെ ആയിട്ട് വന്നിട്ട് കണ്ടില്ലേ? ലഗേജ് 10 ദിവസത്തിനോട് ഞാൻ പോണില്ലാന്ന്. 10 ദിവസം ഞങ്ങൾക്ക് റെസ്റ്റ്. 10 ദിവസം ഫുള്ള് മക്കള് ഇതാണ് എന്റെ സാമ്രാജ്യത്തിന്റെ താക്കോല്. ഇതിന്റെ മക്കള് എല്ലാരും ഞാൻ എന്നെ ഏൽപ്പിക്കണു. അപ്പൊ 10 ദിവസമൊക്കെ റെസ്റ്റ്. അപ്പൊ അതവര് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് ദിവസമല്ല, ഒരു 2 ദിവസം ഞങ്ങളൊരു യാത്ര പോവാണ് അല്ലേ. അപ്പോൾ ഞങ്ങളെ യാത്രാവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ അടുത്ത വ്ളോഗുകളിൽ ഇട്ടാ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടാട്ടെ നമ്മളെ വീട്ടിൽ ഒരുമിച്ച് നിൽക്കാൻ പോണത് നമ്മൾ ആദ്യമായിട്ടാണ് അല്ലേ. അപ്പോൾ പിന്നെ എല്ലാവരോടും ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ സ്കിറ്റിന്റെ വീഡിയോസ് ചിലപ്പോൾ 2 ദിവസം വൈകി പോകും. അതിന് മെയിൻ കാരണം അത് എവളാണ്. ഞാൻ എൻ്റെതായ എല്ലാ സീനും എടുത്ത് റെഡിയാക്കി വെച്ചിക്കണ്. ഇവൾക്ക് എടുക്കാൻ കൊടുത്തിട്ട് ഇവൾക്ക് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് 2 ദിവസം അയക്കണ്. ഇവളെ ശബ്ദം പോയിക്കണുണ്ട് പാവ. അതുകൊണ്ടാണ് അല്ല അത് ഇത് ഇന്നലെ തീരെ ശബ്ദം ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകിട്ട് അവൾ കോൾ ചെയ്ത സമയത്ത് തീരെ ശബ്ദം ഉണ്ടായിരുന്നില്ല. ഞങ്ങളോട് ചോദിച്ചാൽ 2 എണ്ണാക്കിലാരും പിടിച്ചെന്ന് ചോദിച്ചത്. അത്രക്ക് തീരെ ശബ്ദം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും ഓളെ അമ്നന്റെ അപ്പൊ അമ്നന്റെ റിയന്റെയും പുതിയ വിശേഷങ്ങളൊക്കെ അജുവിനും പെങ്ങളെയും റിയ ചതിച്ചു എന്നാണ് അവള് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളെ പുതിയ കഥയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത എപ്പിസോഡുകൾ ഉണ്ടാവും. അപ്പൊ അവൾക്ക് ചെറിയൊരു തൊണ്ടക്ക് ചെറിയൊരു വിഷയ കാരണമാണ് കുറച്ച് അവളെ വിസിലിന് നീര് വന്നിക്കണെന്നാ പറഞ്ഞത് സംസാരം കൂടിയിട്ട്. അപ്പോൾ കുറെ പേര് കമന്റ് ആയിട്ട് ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ സ്കിറ്റിന്റെ അടുത്ത എപ്പിസോഡ് വരാത്തത്. അപ്പൊ അതാണ് റീസൺ എന്ന് പറഞ്ഞതാണ്. അപ്പൊ നാളെ രാവിലെ ഞങ്ങള് എല്ലാരും കൂടി ചേർന്ന്, ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ട്. നിങ്ങൾ കാണുന്നതും പിന്നെ പരിചയമുള്ളതും പരിചയമില്ലാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പൊ എല്ലാരും നാളത്തെ പ്രോഗ്രാമിൽ കാണാം. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളും അറിയാം. പിന്നെ നാളെ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോവാനും ഒരുപാട് കാഴ്ചകൾ കാണാനും കുറേ വിശേഷങ്ങൾ അറിയാനും ഒക്കെ ഉണ്ട്. അതാണ് വളഞ്ഞു തിരിഞ്ഞു വരുന്നത്. അതാണ് കുറച്ച് ദിവസം സഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം നമ്മളെ വ്ളോഗും വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം മീൻസ് 2 ദിവസം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് 3-ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾ സ്കിറ്റ് വീഡിയോയുടെ അടുത്ത എപ്പിസോഡ് ഇടും കേട്ടോ. അപ്പൊ ഇപ്പൊ സമയം രാത്രി 7 മണി ആയിട്ടുണ്ട്. ഇവര് വന്നിട്ട് 7 മണി ആയിക്കണ്. ഞാൻ വന്ന കാലിൽ ഇരുത്തിക്കാണ്. ഒന്നും കുടിക്കാനൊന്നും കൊടുത്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ, വല്ല നാരങ്ങോളം പൊട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് ഞങ്ങൾക്കൊന്ന് വളാഞ്ചേരി പോവാണ്ടേക്ക് മൈക്ക് വാങ്ങണം. അപ്പൊ മൈക്ക് നാളത്തെ പ്രോഗ്രാമിന് വേണ്ടിയുള്ള മൈക്ക് വാങ്ങണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് വളാഞ്ചേരി പോകണം. അപ്പൊ അങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വഴിയേ വരാം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. അങ്ങനെതാ ഞങ്ങളെ ആദ്യ രാത്രി ഞങ്ങൾ ആദ്യ രാത്രിയിലടി മുടക്കുന്നത്. ആദ്യമുള്ള രാത്രിയാണ് ആദ്യ രാത്രി പറയാ. അജി വിചാരിക്കണ ആദ്യ രാത്രി അല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ 3 കൂടി ആദ്യത്തെ രാത്രി. അതിനാണ് ആദ്യ രാത്രി എന്ന് പറയാ. പൊട്ടത്തിയെ ഒരാദ്യ രാത്രി മാത്രം ഓർമ്മയുള്ളൂ. അപ്പൊ ഞങ്ങൾ 3 കൂടി ആദ്യ രാത്രി അങ്ങനെ പറയും. ഞങ്ങളെ ഒരുമിച്ചുള്ള ആദ്യത്തെ ദിവസം, അതിനാണ് ഞാൻ ആദ്യ രാത്രി ഒന്ന് ഉദ്ദേശിച്ചത്. മനസ്സിലായ ഇല്ലാത്ത ജാതി. ഏത് അതല്ലേ. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചില്ലേ. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവാണ്. ഇനി രാവിലെ എണീറ്റ് നമ്മളെ യാത്ര തുടങ്ങും. ചിലപ്പോ രാത്രി വരവ്. അതുവരെ വെയിറ്റ് ആക്കിയിരുന്നു. ചിലപ്പോ അവിടെ നെറ്റ് കണക്ഷൻ പറഞ്ഞു കേട്ട ചെറുക്കാൻ എന്റെ റീലിന് ആൾക്കാർ
വെച്ചിട്ട് പരിശുദ്ധ വരാത്ത അപ്പൊ എന്തായാലും പ്രേക്ഷകർ ഒരാഗ്രഹം പറയണമെന്നുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ഒന്നിങ്ങനെ സബ്സ്ക്രൈബ് നമ്മളെ 3 ആളെ ബയോയില് ഞങ്ങളെ ചാനലിന്റെ ഇതുണ്ട് അതിൽ പോയി ഒന്ന് നിങ്ങള് സബും കൊടുക്ക, ലൈക്ക് ചെയ്യ, കമന്റ് ചെയ്യ. ഒരു ബുദ്ധിമുട്ട് മക്കളെ നിങ്ങൾക്ക് കൊണ്ട് അങ്ങോട്ട് ഇലക്ഷന്റെ പ്രചരണത്തിനുണ്ട്. പറഞ്ഞ മറക്കണ്ട കേട്ടോ. ഞങ്ങളെ 3 ആളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ, ഇൻസ്റ്റാഗ്രാമിന്റെ ID അതേപോലെ ഫോളോ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. നിങ്ങളെ ഒരു സന്തോഷം ഞങ്ങളൊരു സമാധാനം അതാണ് അതിനോട് പറഞ്ഞതൊക്കെ പോലെ ഞങ്ങള് ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. കുടുംബ കുട്ടികളൊക്കെ അപ്പൊ ശരി എന്നാലും ഗുഡ് നൈറ്റ്. അപ്പൊ ഞങ്ങളിതാ രാവിലെ 5:30 ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങള് കറക്റ്റ് 6 മണിക്ക് ഇറങ്ങണുണ്ട്. ഇനി ട്രെയിന് 6:15 ട്രെയിൻ, അപ്പോൾ ഇതിന് കുറ്റിപ്പുറം എത്തണം. അപ്പൊ അതാ ഞങ്ങള് ലഗേജും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കണ്ട. അപ്പൊ ഞങ്ങള് എന്തായാലും പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ പറയട്ടെ. ഞങ്ങൾ പോയിട്ട് അസ്സലാമു അലൈക്കും. ഞങ്ങള് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. ഞങ്ങൾ 6:15 ട്രെയിന്, അതെന്തായാലും പോയി. 6:30 ഒന്നുണ്ട്, അത് നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ 6:15 ട്രെയിന് മിസ്സായിട്ടില്ല, കിട്ടിക്കണം കേട്ടോ ഞങ്ങൾക്ക്. ഞങ്ങൾ വിചാരിച്ച 6:15 കഴിഞ്ഞ് ഇനി അടുത്തേക്ക് പോകേണ്ടി വരും. പക്ഷെ കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി നിസ്നി വരാണ്ട്, ഒരാളും കൂടി വരാണ്ട്, അവളെയും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവസാനം അതുമില്ല ഇതുമില്ല എന്താവാതിരുന്നാൽ മതിയായിരുന്നു. ഓളിവിടെ എത്താറായിക്കണമെന്ന് പറയുന്നുണ്ട്. അവളും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോക്ക് ആരംഭിക്കും. എന്താ ഫയർ വെച്ച് ആലോചിക്കണം. രാവിലെ തന്നെ നേരം വെളുത്തല്ലോ എന്നാലേക്ക് ചായ കുടിക്കുക നമുക്ക്. ഞാനും വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ട് ഫോണിൽ നമ്മളെൻ്റെ തന്നുകൊണ്ട് ഓഫാക്കി വേണം അവൾക്ക് എടുക്കാനും വിചാരിച്ചിട്ടാണ്. മറ്റേ പഞ്ചായത്ത് ടൈപ്പിൻ്റെ മുന്നിൽ വെള്ളത്തിൽ നിൽക്കുന്ന പോലെയാണ്, ഒരാൾക്ക് കഴിഞ്ഞിട്ട് വേണം ഒരാൾക്ക് എടുക്കാൻ. അങ്ങനെ നമ്മളിപ്പോൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് നിന്ന് ഫുഡ് കഴിക്കണം, നേരെ വയനാട്ടിലേക്കുള്ള ബസ് കയറണം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലെത്തി. ഇനി നല്ല പൊറാട്ട ബീഫ് ഓർഡർ ചെയ്യാൻ. ചിരിച്ച് കിടക്കുന്ന ഇല അതാണ് മെയിനായിട്ട്. തിന്നലും ഉണ്ടാവൂല, എവിടെ എൻജോയ് ചെയ്യാനും പറ്റൂല. അങ്ങനെ ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നേരിട്ടുള്ള ബസ് കിട്ടുമായിരിക്കൂലേ? ഒരുപാട് തവണ വയനാട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു യാത്ര ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് KSRTCയിൽ ഫ്രണ്ട്സിനൊപ്പമുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ KSRTCയിൽ ഇങ്ങനെ ടൂറ് പോകണത്തും മറ്റേതും മറിച്ചതൊക്കെ. പക്ഷെ നമ്മളെപ്പോഴും വയനാടാണെങ്കിലും വേറെ എവിടെയെങ്കിലും ആണെങ്കിലും പോയി വരുന്നത് കാറിൽ ഫാമിലി ഒപ്പമായിട്ട് ഇങ്ങനെ പോയി വരിക എന്നല്ലാണ്ട് ഇതുപോലെ KSRTCയിലൊരു യാത്ര ശരിക്കും നല്ല എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു. പക്ഷേ എനിക്ക് ചൂടൊരു രക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നു വയനാടൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ തണുപ്പൊക്കെ പ്രതീക്ഷിച്ചാണ്. കാരണം ഓരോ തവണ വരുമ്പോൾ നമ്മൾ വയനാട്ടിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ടാണല്ലോ പോക്ക്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിലുണ്ടല്ലോ, നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. എന്നാലും ചുരമൊക്കെ കയറി കുറച്ചെണ്ണം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നാട്ടിലത്തെ ആ ഒരു പൊള്ളുന്ന ചൂടിന് ചെറിയൊരു മാറ്റം അത്രയേ ഉള്ളൂ. പക്ഷേ വയനാട്ടിൻ്റെ ഊട്ടിൻ്റെ അത്ര തണുപ്പോ കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിലില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉറങ്ങി നീറ്റപ്പോത്തിന് വയനാട് എത്തിയിട്ടുണ്ട്. ഇനിയും ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഷെയർ ചെയ്യേണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4-6 ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി 6, 8 ആവും, 10 ആവും, 12 ആവും, അങ്ങനെ എത്രയും ആവട്ടാ. ഇത് വിളിക്കണോ ഇവിടുന്ന്?